യേശുവിൽ ഏറ്റവും പ്രിയപ്പെട്ടവരെ, 2025 ഈ വർഷത്തിൻ്റെ ഏറ്റവും അവസാനത്തെ ദിവസമാണിന്ന്. നാളെ പുതിയൊരു വർഷം 2026 ജനുവരി 1-ാം തീയതിയിലേക്ക് പ്രവേശിക്കുവാണ്. ദൈവത്തിന് നമുക്കൊരുപാട് നന്ദി പറഞ്ഞ് പ്രാർത്ഥിക്കാം. കാരണം ദൈവവചനം കേൾക്കുന്ന, പ്രാർത്ഥിക്കുന്ന വലിയൊരു സമൂഹം ദൈവാനുഗ്രഹത്തിൽ രൂപപ്പെടാൻ ഇടയായിട്ടുണ്ട്. ദൈവത്തിൻ്റെ വചനത്തെ സ്നേഹിക്കുന്ന ഒരു തലമുറ ഈ ദേശത്ത് ഉയർന്നു വരുന്നുണ്ട്. ആരാധിക്കുന്ന, പ്രാർത്ഥിക്കുന്ന ഒരു തലമുറ. നമുക്ക് ദൈവത്തോട് നന്ദി പറയാം. ഈ ഒരു വർഷം ഒരുമിച്ച് വചനം കേട്ടതിന്, കൂടെ നിന്നതിന്, പരസ്പരം പ്രാർത്ഥിച്ചതിന്, സപ്പോർട്ട് ചെയ്തതിന്, സഹായിച്ചതിന് എല്ലാവരോടും ഉള്ളിൻ്റെ ഉള്ളിൽ നിന്ന് ഞങ്ങൾ ഒരുമിച്ച് നന്ദി പറയുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവവചനം കേൾക്കാൻ തുടങ്ങിയ നാൾ തൊട്ട് വീണ്ടും വീണ്ടും തകർച്ചയിലേക്ക് പോകുന്നതല്ല കണ്ടത്, വീണ്ടും വീണ്ടും നാശത്തിലേക്ക് പോകുന്നതല്ല കണ്ടത്. ഉയർന്നുയർന്നു വരുന്ന, അനുഗ്രഹത്തോടെ കയറി വരുന്നതാണ് കാണാനും അറിയാനും അനുഭവിക്കാനും ഇടയായത്. നമുക്കൊരു നിമിഷം നന്ദി പറയാം. ദൈവമേ, ഞങ്ങളെ സഹായിച്ചതിന്, ഞങ്ങളെ അനുഗ്രഹിച്ചതിന്, ഞങ്ങളെ കൈപിടിച്ച് നടത്തിയതിന്, വലിയ വലിയ പ്രതിസന്ധികളിൽ നിന്നൊക്കെ നമ്മളെ ദൈവം കൈപിടിച്ച് നടത്തിയിട്ടുണ്ട്. മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ നിന്ന് പോലും നമ്മളെ സൂക്ഷിച്ചിട്ടുണ്ട്. മനസ്സ് ഡിപ്രഷനിലേക്ക് പോകുന്ന, തകർന്നു പോകുന്ന, ഒറ്റപ്പെട്ടു പോകുന്ന, താളം തെറ്റിപ്പോകുന്ന, എല്ലാം കൈവിട്ടു പോകുന്ന, ജീവിക്കണമെന്ന് 1% പോലും താല്പര്യമില്ലാതായി പോകുന്ന, ജീവിത പരാജയങ്ങളുടെ അനുഭവങ്ങളിലൂടെ കടന്നുപോയ സമയത്തും, സങ്കീർത്തകൻ്റെ ഭാഷയിൽ പറഞ്ഞാൽ മരണത്തിൻ്റെ നിഴൽ വീണ താഴ്വരയിൽ കൂടെയൊക്കെ പോയ സമയത്ത് ദൈവത്തിൻ്റെ കരം, ദൈവവചനത്തിലൂടെ നമ്മളെ മുറുക്കെ പിടിച്ചതുകൊണ്ടാണ് നമ്മൾ തകരാതിരുന്നത്, പരാജയപ്പെട്ടു പോകാതിരുന്നത്, പൊട്ട തീരുമാനങ്ങൾ എടുക്കാതിരുന്നത്. എല്ലാം ഒരു അനുഗ്രഹമാണ്. ഞാനൊരു കാര്യം ഈ 2025 മനസ്സിലാക്കി. എനിക്ക് അത് നിങ്ങളോട് പറയണമെന്ന് ആഗ്രഹമുണ്ട്.